ഗബ്രിയും പൂജയും നമ്മുടെ സിബിനും തമ്മിൽ ഇന്നലെ നൈറ്റ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യത്തിൽ ഇവർ തമ്മിൽ ഇങ്ങനെ ഒരു സംസാരം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇന്നലെ ആകെ തളർന്നൊരു മട്ടിലായിരുന്നു നമ്മുടെ സിബിനെ ആശ്വസിപ്പിക്കാൻ ചെന്ന പൂജയും അത്ര വലിയ ഒരു ആരോഗ്യം ഒന്നും ഇല്ലായിരുന്നു. ശാരീരികമായിട്ടും മാനസികമായിട്ടും തളർന്നൊരവസ്ഥയിലായിരുന്നു പൂജയും. അപ്പോൾ ഇവർ രണ്ടുപേരും സംസാരിക്കുന്ന ഇടയ്ക്കിലേക്ക് നമ്മുടെ ഗബ്രി ചെല്ലുവാണ് കേട്ടോ. ഗബ്രി ചെന്ന് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഇവർക്ക് നല്ലൊരു ആശ്വാസം കിട്ടുന്ന പോലെ തോന്നി. അതായത് ആദ്യമൊക്കെ തളർന്ന് സംസാരിച്ച സിബിൻ നല്ലൊരു എനർജി ആയിട്ട് തിരിച്ച് ഗബ്രിയോട് സംസാരിക്കാൻ തുടങ്ങി. അപ്പം ഗബ്രി പറയുന്നത് ഇങ്ങനെയാണ്: കഴിഞ്ഞൊരു ആഴ്ച നിങ്ങൾ നല്ലൊരു പവർ ടീം ആയിരുന്നു, അത് നമ്മുടെ ലാലേട്ടനും പറഞ്ഞതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ. അത് കേട്ടതും പൂജയ്ക്കും സിബിനും ഒക്കെ ഒരുപാട് ആശ്വാസമാവുന്നു. കാര്യം ഗബ്രി എന്ന് പറയുന്നത് ഇവരെ ജന്മശത്രുവാണ്. അപ്പം ആ ശത്രു വന്നിട്ട് പറയുന്നത് ഇവർക്ക് ഭയങ്കര ഒരു പോസിറ്റീവായിട്ട് തോന്നി. അപ്പം അതുവരെ തളർന്നിരുന്ന് സംസാരിച്ച സിബിനാണെങ്കിലും പൂജ ആണെങ്കിലും ആണല്ലേ ഞാനത് പറഞ്ഞു, ലാലേട്ട അങ്ങനെ പറഞ്ഞതായിട്ട് പറഞ്ഞു. അതെ ലാലേട്ട പറഞ്ഞു, നിങ്ങളുടെ പവർ ടീം അടിപൊളിയായിരുന്നു. കാരണം നിങ്ങളൊരു പുതിയ കാര്യം കൊണ്ടുവന്നു, ഇങ്ങനെ ഒരു ഡോർ ക്ലോസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതൊന്നും ഇവിടെ ആർക്കും അറിയത്തില്ലായിരുന്നല്ലോ. അപ്പം ഇത് നിങ്ങൾ കണ്ടുപിടിച്ച് കൊണ്ടുവന്നു, അത് നല്ലൊരു കാര്യം തന്നെയാണ് എന്ന രീതിയിലും ഒരു പോസിറ്റീവായിട്ട് ഇവർ സംസാരിക്കുന്നു കേട്ടോ. സാധാരണ ഇവർ ഒന്ന് പറഞ്ഞ് രണ്ടൊരു വഴക്ക് കൂടി നമ്മൾ കാണുന്നത്, പക്ഷേ ഇന്നലെ നല്ലൊരു പോസിറ്റീവ് വൈബോടെ ഇവർ സംസാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു സംസാരിക്കാൻ ഇവർക്ക് കഴിയും. എപ്പോഴും അടിയും വഴക്കൊന്നും അല്ലാതെ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ ഇവർക്കൊക്കെ അറിയാമല്ലേ. എന്നിട്ട് ഗബ്രി പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങൾ ആ സമയത്ത് ആ ഡോർ പൂട്ടിയപ്പോൾ ഞാൻ അവിടെ പ്രശ്നം ഉണ്ടാക്കണമായിരുന്നു. കാര്യം എൻ്റെ ഗെയിം അവിടെയാണ്. ഞാനവിടെ മിണ്ടാതിരുന്നാൽ അത് എൻ്റെ ഒരു ഗെയിം ആകില്ല. അപ്പം ഞാൻ അവിടെ സംസാരിക്കുക എന്നതാണ് എൻ്റെ ഗെയിം. അപ്പോൾ അത് സിബിൻ പറഞ്ഞാൽ ശരിയാണ്, നീ അവിടെ സംസാരിച്ചത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആ ഡോർ തുറന്നത്. ഇല്ലെങ്കിൽ ഞങ്ങൾ അപ്പോഴും ഡോർ തുറക്കില്ലായിരുന്നു. കാരണം നിങ്ങൾ ആ ടാസ്ക് ചെയ്യണ്ട എന്നായിരുന്നു ഞങ്ങൾ തീരുമാനിച്ചിരുന്നത്. അപ്പം ഗബ്രി പറഞ്ഞു, അങ്ങനെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നിങ്ങൾക്ക് ആ ഒരു ടാസ്ക് ചെയ്യുന്നതിൻ്റെ സമയം നീട്ടിവെക്കാൻ കഴിയുമായിരിക്കും, പക്ഷേ ഞങ്ങളെ കൊണ്ട് ടാസ്ക് ചെയ്യിപ്പിക്കാതിരിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ കാര്യം അങ്ങനെയാണല്ലോ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മാത്രമല്ല, ഞാൻ അവിടെ സംസാരിച്ചപ്പോൾ നിങ്ങൾക്കല്ലാതെ പ്രശ്നം ഉണ്ടാക്കിയത് അത് മറ്റൊരാളുടെ മുഖം മൂടിയാണ് അവിടെ പുറത്തേക്ക് വന്നത് എന്നാണ് നമ്മുടെ ഗബ്രി പറയുന്നത്. അത് നമ്മുടെ ജിൻഡോയെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. അപ്പോൾ കാര്യം ജിൻഡോയുടെ ആ ഗെയിം അവിടെ പൊളിഞ്ഞല്ലോ. അതായത് മറ്റ് ആർക്കും വേണ്ടി പ്രവർത്തിക്കില്ല, പവർ ടീമുകാർക്കും വേണ്ടി അല്ലെങ്കിൽ തനിക്ക് വോട്ട് ചെയ്തവർക്ക് വേണ്ടി മാത്രമേ ഒരു ക്യാപ്റ്റനായിട്ട് നിൽക്കത്തുള്ളൂ എന്ന് പറഞ്ഞില്ലേ. അപ്പം അത് ജിൻഡോയുടെ ഒരു ഗെയിം അവിടെ പൊളിക്കുകയാണ് ചെയ്തത്. പക്ഷേ എന്നിട്ടും അയാൾ വീണ്ടും ക്യാപ്റ്റൻസിലേക്ക് മത്സരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. കാര്യം വീണ്ടും അയാൾ മത്സരിച്ചു എന്ന് പറയുമ്പോൾ എനിക്കത് ഒട്ടും അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അപ്പം പൂജയും സിബിനും പറയുന്നത്, നീ ക്യാപ്റ്റനാകാൻ ഇരിക്കാൻ വേണ്ടി മനഃപൂർവ്വമാണ് ഞങ്ങൾ അങ്ങനെ ക്യാപ്റ്റൻസിലേക്ക് കൊണ്ടുവന്നത്, അല്ലാതെ ഞങ്ങൾക്ക് അയാളുടെ ഉള്ള ഇഷ്ടം കൊണ്ടൊന്നും അല്ല എന്ന് പറയുന്നുണ്ട്. അപ്പം ഗബ്രി പറയുന്നത്, അതെനിക്ക് മനസ്സിലായി, ഞാൻ ക്യാപ്റ്റനാകാതിരിക്കാൻ വേണ്ടി തന്നെയാണെന്ന് എനിക്കത് മനസ്സിലായെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയധികം ഓപ്പൺ അപ്പ് ആയിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഗബ്രി പറയുന്നത് ജിൻഡോ ഒരു നല്ല ഗെയിമറൊക്കെ തന്നെയാണ്, പക്ഷേ ഒരുപാട് ഗെയിം കളിച്ചിട്ട് ലാസ്റ്റ് എന്തെങ്കിലും ഒരു പൊട്ടത്തം ചെയ്യും. അതായത് എന്തെങ്കിലുമൊക്കെ ഒരു മോശം വർത്താനം പറയും. അപ്പോൾ അതുവരെ ചെയ്ത എല്ലാ കാര്യങ്ങളും അതോടെ ഇല്ലാതാകും. അതാണ് നമ്മുടെ ജിൻഡോയുടെ ഒരു ഗെയിം എന്ന് തുറന്ന് തന്നെ പറയുകയാണ് ഗബ്രി. അതായത് ഗബ്രി പറയുന്നത് ഇങ്ങനെയാണ്: എന്തെങ്കിലും ഒരു ടാസ്ക്, അതായത് ഇപ്പോൾ നമ്മൾ സീസൺ 4 ഉണ്ടായിരുന്ന പോലത്തെ ഫോൺ വിളി ടാസ്കോ അതുപോലത്തെ എന്തെങ്കിലും ടാസ്ക് ഉണ്ടായാൽ ജിൻഡോയെ പൊളിച്ചെടുക്കാൻ എളുപ്പമാണ് എന്നാണ് നമ്മുടെ ഗബ്രി പറയുന്നത്. സത്യമാണ് കേട്ടോ. കാര്യം സംസാരിച്ച് നിൽക്കാനുള്ള ശക്തി ജിൻഡോയ്ക്കില്ല. ബുദ്ധിപരമായിട്ട് ചിന്തിക്കുമെങ്കിൽ അത് പെട്ടെന്ന് വന്ന് ആ സംസാരിച്ച് വഴിതിരിച്ച് കൊണ്ടുപോകാൻ അറിയത്തില്ല. പെട്ടെന്ന് പ്രൊവോക്കായി എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുന്ന ഒരാൾ തന്നെയാണ് നമ്മുടെ ജിൻഡോ. അത് ഗബ്രിക്കും അറിയാം. അപ്പം നമ്മുടെ പൂജ പറയുന്നത്, അത് ശരിയാണ്, നീ അങ്ങനത്തെ ടാസ്ക് വന്നാൽ നീ പൊളിക്കും, അത് ഞങ്ങൾക്ക് ഉറപ്പാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് സിബിൻ പറയുന്നുണ്ട്, നീയാണ് എനിക്ക് പവർ ടീമിലേക്ക് കയറാൻ പോകുന്നതെന്ന്. അപ്പോൾ അത് കേൾക്കുന്നതുകൊണ്ട് ഗബ്രി പറയുന്നുണ്ട്, ഇല്ലില്ല, ഞാൻ ഈ ആഴ്ച എന്തായാലും പവർ ടീമിലേക്കും ഇല്ല, വേറെ എവിടേക്കും ഇല്ല, എനിക്ക് നോമിനേഷനിലേക്ക് പോകണം. കാര്യം എന്താണ് പ്രേക്ഷകരുടെ വിധി എന്ന് എനിക്ക് അറിയണം. ഇത് കഴിഞ്ഞ് അടുത്ത ആഴ്ച എന്തായാലും ഞാൻ പവർ ടീമിൽ കയറും, അത് ഉറപ്പാണ്, അതിനകത്ത് യാതൊരു മാറ്റവും. പക്ഷേ ഈ ഒരു വീക്ക് എനിക്ക് നോമിനേഷനിൽ പോകണം, കാര്യം എനിക്ക് പ്രേക്ഷകർ എന്താണ് ചിന്തിക്കുന്നത് അറിയണം എന്നാണ് നമ്മുടെ ഗബ്രി പറയുന്നത്. അപ്പം പവർ ടീമുകാർ ഉറപ്പിച്ച് പറഞ്ഞത്, പവർ ടീം എന്ന് പറയുന്നത് നമ്മുടെ പൂജയും അതുപോലെ തന്നെ സിബിനും പറയുന്നത്, ഇല്ല നീ തന്നെ വന്നേ പഠിത്തണം എന്ന് പറയുന്നത്. അപ്പോൾ പൂജ പറയുന്ന ഋഷി മാത്രമേ ഉള്ളൂ ഇപ്പം നമുക്ക് ഒരു മെയിൽ കണ്ടസ്റ്റൻ്റ് ആയിട്ട്, അപ്പം നീയും കൂടെ വരണം എന്നാണ് പറയുന്നത്. മാത്രമല്ല നിനക്ക് അതിനുള്ള കഴിവുണ്ടെന്ന് നമ്മുടെ പൂജ പറയുന്നത്. മാത്രമല്ല പൂജ ഇപ്പോൾ പറയുന്നതാണ്, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു, മറ്റേത് എനിക്ക് അങ്ങനെ അല്ലായിരുന്നു, ഇപ്പം നീ സംസാരിക്കുമ്പോൾ എനിക്ക് നിന്നോടുള്ള എല്ലാ തെറ്റിദ്ധാരണകളും മാറി, ഇപ്പോൾ എനിക്ക് നിന്നോട് നല്ല ഇഷ്ടം തോന്നുന്നുണ്ടെന്നാണ് പൂജ പറയുന്നത്. പക്ഷേ ഗബ്രി പറയുന്നു, ഇല്ല ഞാൻ ഈ വീക്ക് എന്തായാലും പവർ ടീമിലേക്ക് വരുന്നില്ല, എനിക്ക് പ്രേക്ഷകർ എന്താണ് ചിന്തിക്കുന്നതെന്ന് അറിയണമെന്ന് പറയുന്നു. മാത്രമല്ല നമുക്ക് അടുത്ത ആഴ്ച, ഈ ഒരാഴ്ച കഴിഞ്ഞ് അടുത്ത ആഴ്ച ഞാൻ പവർ ടീമിലേക്ക് വരുന്നുണ്ട്, അത് ഉറപ്പാണെന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ സിബിൻ പറയുന്നു, ഓക്കേടാ ശരി, എന്തായാലും നിന്നെ ഞാൻ നിൻ്റെ ടീമിലേക്ക് വരാൻ പോകുന്നത്, അതായത് ഈ പറഞ്ഞ ഡെൻ ടീമിലേക്കായിരിക്കും വരാൻ പോകുന്നത്. അത് യാതൊരു തോന്നുന്നില്ല എനിക്ക് യാതൊരു മാറ്റം ഉണ്ടാകുമെന്ന്. അതിനുശേഷം നമുക്ക് ഒരുമിച്ച് നിന്ന് ഗെയിം കളിക്കാം.
കളിക്കാം, നമുക്ക് നോക്കാം നമുക്ക് എങ്ങനെയുണ്ട് നമ്മുടെ ഗെയിം എന്നൊക്കെ. പക്ഷേ ഈ ഒരാഴ്ച എന്തായാലും നീ ഇപ്പോൾ പോകണ്ട എന്നാണ് പറയുന്നത്. അപ്പം ഇതുകൊണ്ടൊക്കെയുള്ള തീരുമാനങ്ങളായിരിക്കാം, ഈ ഒരു തീരുമാനം ആയിരിക്കാം നമ്മൾ ഇന്നലെ കണ്ട പ്രൊമോയിലുള്ളത് നമ്മുടെ ഗബ്രി പവർ ടീമിലേക്ക് വരുന്നതായിട്ട്. അപ്പം ഇവർ തമ്മിൽ നല്ലൊരു രീതിയിൽ സംസാരിച്ചു, ഇവർ തമ്മിലൊരു ബോണ്ടിങ് ഉണ്ടായി ഇന്നലെ രാത്രിയിൽ. ആ ഒരു ബോണ്ടിങ്ങിൻ്റെ ഇതായിട്ടാണ് പവർ ടീമിലേക്ക് ഗബ്രി വന്നത്. എന്തായാലും എനിക്ക് തോന്നിയൊരു കാര്യം പറയുന്നത്, എത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഇവർക്ക് ചെന്ന് അടുത്തടുത്തൊക്കെ ഇരുന്ന് നല്ല രീതിയിൽ മനസ്സ് തുറന്ന് സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവരുടെ മനസ്സിലുള്ള ആ ഒരു മഞ്ഞ് ഉരുകാൻ സാധിക്കും. മറ്റേ ഒന്ന് പറഞ്ഞ് രണ്ടിന് വഴക്കം കൂടി മാറിയിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരുന്ന് പ്രശ്നങ്ങൾ രൂക്ഷമാക്കുന്നതിനേക്കാൾ നല്ലതാണ് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ ഒരു സൗഹൃദ സംഭാഷണം അല്ലേ. ലാലേട്ടൻ എപ്പോഴും പറയാനുള്ള കാര്യം തന്നെയാണ്, ഇതുപോലത്തെ സംസാരങ്ങൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്നില്ല. ഇവർ തമ്മിലുള്ള എന്തൊക്കെയാണ് പുറത്തുള്ള ഇവരുടെ ഫാമിലി അല്ലെങ്കിൽ എന്തൊക്കെയാണ് നടക്കുന്നത് ഒന്നും ഇവർക്ക് അറിയാനും പറ്റുന്നില്ല. ഇവർ തമ്മിൽ കാണുമ്പോഴേ വഴക്കുണ്ടാക്കുന്നു, ഇത് മാത്രമാണ് നമ്മൾ കാണുന്നത് അല്ലേ. അപ്പോൾ ഇതുപോലത്തെ ഇടയ്ക്കിടയ്ക്കുള്ള നല്ല സംഭാഷണം ഉണ്ടാവുകയാണെങ്കിൽ കുറച്ചൊരു മാറ്റങ്ങളുണ്ടാവും നമ്മുടെ ഗെയിമിനും. നമുക്ക് നോക്കാം ഇനി എന്തൊക്കെയാണ് ഇവരുടെ ഗെയിം പ്ലാൻ എന്നും എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്നും. ഗബ്രി, സിബിൻ, പൂജ ഈ ഒരു സംസാരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.